വാർത്തകളിലേക്ക് ഇന്നലെ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടി താഴ്ന്നപ്പോൾ സിപിഎമ്മിൽ അനിഷേധ്യ നേതാവിന്റെ സിംഹാസനം പിണറായിക്ക് ഒന്നുകൂടി ഉറപ്പിച്ചാണ് കൊല്ലം സമ്മേളനം അവസാനിച്ചത്. പേരിന് പോലും ഒരു വിമർശനം പോലും മുഖ്യമന്ത്രിക്കെതിരെ ഈ സമ്മേളന കാലയളവിൽ ഉണ്ടായില്ല. പ്രത്യേകിച്ച് സംസ്ഥാന സമ്മേളനത്തിനിടയിൽ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറുഭാഗത്താകട്ടെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പ്രതിനിധികളുടെ വിമർശന ചൂട് നല്ലവണ്ണം അറിയുകയും ചെയ്തു. പാർട്ടിയിലും ഇനി പിണറായിയുടെ പിടി കൂടുതൽ ശക്തമാകും. ചോദ്യം ചെയ്യാനാകാത്ത നേതാവെന്ന വിശേഷണത്തിനും അപ്പുറം സിപിഎമ്മിന് ഏറ്റവും അനിവാര്യനായ നേതാവെന്ന കിരീടം കൂടി പിണറായി വിജയന്റെ തലയിൽ ചാർത്തപ്പെടുകയാണ്. പി.വി. അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സിപിഎമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത്. പതിയെ പതിയെ അത് മുഖ്യമന്ത്രിയിലേക്കും എത്തി. ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരെ വിമർശന പെരുമഴയായിരുന്നു. അപകടം തിരിച്ചറിഞ്ഞ പിണറായി അൻവറിനെ പുകച്ചു പുറത്തു ചാടിച്ചു. അൻവറിന് പിന്നിൽ ഉണ്ടായിരുന്നെന്ന് കരുതുന്ന സിപിഎമ്മിലെ പ്രമുഖർ മാളങ്ങളിൽ ഒളിച്ചു. പിന്നെ അവർ തന്നെ പിണറായിക്ക് സംരക്ഷണ കവചവുമായി രംഗത്തെത്തി. അവിടുന്ന് ഇങ്ങോട്ട് സിപിഎം സമ്മേളനങ്ങളുടെ തന്നെ ഗതി മാറുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളുടെ മൂർച്ച കുറഞ്ഞു വന്നു. സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിയുടെ വാഴ്ത്തുപാട്ടു പാടാനായിരുന്നു പ്രതിനിധികളുടെ മത്സരം. അതേസമയം ആസൂത്രിതമെന്ന് തോന്നിക്കും വിധം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ പ്രതിനിധികൾ വളഞ്ഞിട്ടാക്രമിച്ചു. മന്ത്രിമാർക്കെതിരെയും വിമർശന പെരുമഴ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് കയ്യടികളായിരുന്നു. ആദ്യ പിണറായി സർക്കാരിനേക്കാളും മികച്ചതാണ് ഇപ്പോഴത്തെ സർക്കാരെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പറയേണ്ടിയും വന്നു. മെച്ചപ്പെട്ടതാണ്. അതിനേക്കാളൊക്കെ വളരെ ശക്തിയായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അന്നത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് ബദലായിട്ട് വന്ന ഗവൺമെന്റാണ്. ഇന്നാണെങ്കിൽ പിണറായിയുടെ ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം വന്നിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നവകേരള നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. മൂന്നാം ടൈമിലും പിണറായി അല്ലാതെ മുന്നണിയെ നയിക്കാൻ ആരുമില്ലെന്ന തോന്നൽ പാർട്ടി പ്രവർത്തകരിലും ഉണ്ടാക്കിയാണ് കൊല്ലം ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത്. വികസന രേഖയിലൂടെ സ്വകാര്യ മൂലധന നിക്ഷേപത്തിലും നയം മാറ്റത്തിന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സമ്മേളനം അനുമതി നൽകി. തുടർഭരണം നിലനിർത്താൻ മുഖ്യമന്ത്രിയെ സ്വതന്ത്രമായി എങ്ങനെയും ഭരണം നിലനിർത്താൻ മുഖ്യമന്ത്രിക്ക് സർവ്വ സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചു നൽകുകയായിരുന്നു കൊല്ലം സമ്മേളനം. സിപിഎമ്മിൽ വരാനിരിക്കുന്നതും പിണറായി കാലം സിപിഎമ്മിൽ ഇനിയും തുടരുമെന്നും വ്യക്തം. വി. അരുൺ, ന്യൂസ് 18, കൊല്ലം.